ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ രാഘവൻ നായരോട് ദേഷ്യപ്പെടുന്നു. ശ്യാമയെക്കുറിച്ചുള്ള വിവരം അറിയാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, ഇങ്ങനെ അവളെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ആശങ്കപ്പെടേണ്ടത് എന്തിനാ? അവൾ ഇവിടെ നിന്ന് പോയതല്ലേ, അവൾ സ്വയം വരുത്തി വെച്ചതല്ലേ, പിന്നെന്തിനാണ് അവളെ ഓർത്ത് ആശങ്കപ്പെടുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, കാണാതായിരിക്കുന്നത് ഈ വീട്ടിലെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ വീട്ടിലുള്ള ആളെ കാണാതായപ്പോ അതിന്റെ ആശങ്ക ഇവിടെയുള്ളവർക്കുണ്ടാവണം. ഒന്നുമല്ലെങ്കിലും ഇത്രയും നാൾ വെച്ച് വിളമ്പി തന്നവളല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അങ്ങനെ വെച്ച് വിളമ്പി തന്നിട്ടുണ്ടെങ്കിലേ അതിനുള്ള ഭക്ഷണം അവൾ ഇവിടുന്ന് കഴിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു, അല്ല സത്യഭാമേ, നിനക്ക് ഇത്രയ്ക്കും മനസാക്ഷി ഇല്ലാതായോ? നിന്റെ മനസ്സ് ഇതുപോലെ മരവിച്ചു പോയോ എന്ന് രാഘവൻ നായർ സത്യഭാമയോട് ദേഷ്യപ്പെട്ടു. ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മളാരും പറഞ്ഞിട്ടൊന്നുമല്ലോ, സ്വന്തം ഇഷ്ടത്തിനല്ലേ അവൾ ഇറങ്ങിപ്പോയത്, തോന്നിവാസം ഇറങ്ങിപ്പോയതല്ലേ. അവളെ നിയന്ത്രിക്കേണ്ടവനാണെങ്കിൽ വേറെ വഴിക്കും. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന് സത്യഭാമയോട് രാഘവൻ നായർ സത്യഭാമയോട് സംസാരിച്ചതിന് മറുപടിയായി സത്യഭാമ നൽകി. അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഇപ്പോഴും ആ പഴയ നൂറ്റാണ്ടിലെ ആ ഒരു അമ്മായിമ്മയായിട്ടാണ് നീ ജീവിക്കുന്നത്. ഇനിയെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ഭാമേ. നീ ഒരു കാലത്തും നന്നാവില്ല. നീ എത്രയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും അതൊന്നും നിനക്ക് ഒരു മാറ്റവും വരുത്തില്ല. അതാണ് നിന്റെ സ്വഭാവം. നിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിന് തന്നെയാണ് ഇങ്ങനെയൊരു അവസ്ഥ നമുക്കുണ്ടായതും. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരിക്കലും ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറാനും പോകുന്നില്ല എന്ന് രാഘവൻ നായർ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴാണ് പപ്പി അവിടേക്ക് ഓടിയെത്തിയത്. അച്ചച്ച എന്ന് വിളിച്ച് പപ്പി താഴേക്ക് ഓടിയെത്തി. പിന്നാലെ പൊന്നിയും അവിടേക്ക് എത്തുന്നു. രാഘവൻ നായർ ചോദിച്ചു, എന്താ എന്താ പപ്പിമോളെ എന്ന് ചോദിച്ചതും പപ്പി അരികിലേക്ക് എത്തി ചോദിച്ചു, അച്ചച്ച, അമ്മ എന്താ വരാത്തത്? അമ്മ എവിടെയാ? എന്നെ ഈ പൊന്നിയാൻറ്റി എന്നെ ഉറക്കണ്ട, എനിക്ക് എന്റെ അമ്മയോട് കൂടെ കിടന്നിറങ്ങിയാ മതി എന്ന് പറഞ്ഞതും അച്ചച്ച, അമ്മ എന്താ ഇത്രയും നേരമായിട്ടും എത്താത്തത്? എനിക്ക് ഈ പൊന്നിയാൻറ്റിയുടെ കൂടെ കിടന്ന് ഉറങ്ങണ്ട, പൊന്നിയാൻറ്റി എന്നെ ഉറക്കണ്ട, എനിക്ക് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങിയാ മതി. അങ്ങനെ വാശി പിടിച്ചതും രാഘവൻ നായർ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ടും പപ്പി അതിന് തയ്യാറാകുന്നില്ല. അവസാനം സത്യഭാമ ഇത് കണ്ടു നിന്നതും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. എടി പെണ്ണെ, നീ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോ, അതാ നല്ലത്. അമ്മയും മോളും കൂടി ഈ കുടുംബത്തിന് യാതൊരു സമാധാനവും തരില്ല. അമ്മേ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി, ഇപ്പൊ ചത്തിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് ഈ വീട്ടിൽ പറയുന്നത് കേട്ട് നിന്നോ, എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോ. പൊന്നി, ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? കൊണ്ടുപോയി കിടത്തി ഉറക്ക്. ഈ വീട്ടിൽ ഇനി ഒരു അക്ഷരവും കേട്ടു പോകരുത് എന്ന് പറഞ്ഞ് സത്യഭാമ പപ്പി മോൾക്ക് നേരെ ദേഷ്യപ്പെട്ടു. ഇത് കേട്ടതും രാഘവൻ നായർ സത്യഭാമയെ വിളിച്ചു, ഭാമേ, നിനക്കെന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പാവം ഈ കുഞ്ഞുങ്ങളുടെ നേരെ ഇങ്ങനെ തട്ടിക്കയറുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, എനിക്ക് വട്ടാണോന്നല്ലേ ചോദിക്കേ, അതാണത് ചോദിക്കാൻ വന്നത്. അത് മടിക്കൊന്നും വേണ്ട, ചോദിച്ചോ, അതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ വീട്ടിൽ നിന്ന് എത്രയും വേഗം എങ്ങനെയെങ്കിലും ഒന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറണം എന്നതിനെ കുറിച്ച് ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇവിടുന്ന് കൂടും കുടുക്കയൊക്കെ എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവിടെ അമ്മയും മോളും കൂടി ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കേട്ടോടി പെണ്ണെ, ഒരക്ഷരം ഇനി മിണ്ടിപ്പോകരുത്. വേഗം പോയി പൊന്നിയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് പപ്പിയുടെ നേരെ ഭാമ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും പപ്പി ആകെ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് പൊന്നി പറഞ്ഞു, പപ്പിമോളെ വാ, പൊന്നിയാൻറ്റി കൊണ്ടുപോകാം, അല്ലേലേ ഇനി പൊന്നിയാൻറ്റി വഴക്ക് കേൾക്കേണ്ടി വരും, വാ മോളെ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് പൊന്നി അകത്തേക്ക് കയറിപ്പോയി. ഉടനെ സത്യഭാമ പറഞ്ഞു, ഹോ, ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും തന്നെ യാതൊന്നും അറിയണ്ട. ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടും ആരും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഇനി എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നോ, ഏത് നിമിഷം ഇവിടെ ഇറങ്ങുന്നതിനെ കുറിച്ചും അറിയില്ല എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഓ പിന്നെ മറ്റുള്ളവരാണല്ലോ ഇതെല്ലാം റെഡിയാക്കി വെച്ചത്. അപ്പോഴേക്കും വിഷ്ണു വീട്ടിലേക്ക് വന്നെത്തി. വിഷ്ണു അകത്തേക്ക് കയറി വരുന്നതും രാഘവൻ നായർ ചോദിച്ചു, എന്താടാ മോനെ, എന്തായി എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു, പറഞ്ഞു കൊടുക്ക്, ഇപ്പോഴേ അറ്റാക്ക് വന്ന് തീരു വന്ന രീതിയിൽ നിൽക്കുകയാണ്, അവളെക്കുറിച്ച് ഒരു വിവരം അറിയാതെ, എല്ലാം പറഞ്ഞു കൊടുക്ക്, വേഗം നാട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോ ഉടനെ വിഷ്ണുവും രാഘവൻ നായരും സത്യഭാമയുടെ സംസാരം കേട്ട് ദേ തുടങ്ങി എന്നുള്ള രീതിയിൽ രാഘവൻ നായർ നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എൻ്റെ അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ഈ അവസാന നിമിഷവും ഇതുപോലെ തമ്മിൽ തല്ലും ബഹളമായിട്ട് നിൽക്കാം. നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിക്കാനായിട്ട് വേറൊന്നും ഇല്ലേ എൻ്റെ അമ്മേ എന്ന് ചോദിച്ചു. ഉടനെ രാഘവൻ നായരുടെ വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും
സത്യഭാമ കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടതോടെ ഉടനെ സത്യഭാമയോട് രാഘവൻ നായർ പറഞ്ഞു, എന്റെ ഭാമയൊന്നും മിണ്ടാതിരിക്കാവോ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അച്ഛാ, ശ്യാമ ശ്യാമ അവിടെ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, ഓ അത് ശരി, അവൾ അവിടേക്ക് പോയിട്ടാണോ ഈ വീട്ടിലുള്ള ആരോടും അവൾ പറയാതിരുന്നത്? അവൾക്ക് അവളുടെ തോന്നിവാസമാണല്ലോ. അല്ലെങ്കിലും അവളെ നിയന്ത്രിക്കേണ്ടവൻ വേറെ എവിടെയോ പോയി കിടക്കുക. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരും അവരവരുടെ തോന്നിവാസത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടുകയല്ലേ ഇവിടെ. അല്ലെങ്കിലും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഈ കുടുംബം മൊത്തത്തെ ഇല്ലാതാക്കി കഴിഞ്ഞു. ആ കുടുംബത്തു നിന്ന് ഇങ്ങോട്ട് ഓരോന്നും വലതുകാലിൽ വെച്ച് വന്നപ്പോൾ മുതൽ തുടങ്ങി ഈ പ്രശ്നങ്ങളെല്ലാം. ഒരെണ്ണം മറ്റാരുടെയോ കൊച്ചിനെ കൊണ്ട് നടക്കുന്നു. ഒന്നാണെങ്കിൽ ഈ കുടുംബത്ത് കയറി വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്പം സ്വസ്ഥതയുണ്ടാ ഒന്ന് തരാവോ എന്ന് ചോദിച്ച് രാഘവൻ നായർ വേഗം വിഷ്ണുനോട് പറഞ്ഞു, എടാ മോനെ, പപ്പിമോളാണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞു, അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങണമെന്നും ഒക്കെ പറഞ്ഞ്. അതെ, നീ ഒരു കാര്യം ചെയ്യും, വേഗം പപ്പിമോളെ ശ്യാമയുടെ അടുത്ത് കൊണ്ടുപോയാക്ക്. ആ പാവം കുഞ്ഞെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ. അപ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, അതേടാ, നീ ഇനി ആ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങ്. അതാണല്ലോ നിന്റെ ഇപ്പോഴത്തെ ജോലി. വേറെ ജോലിയൊന്നും നിനക്ക് തൽക്കാലം ഇല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിയാൽ മാത്രം മതിയല്ലോ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും രാഘവൻ നായർ മുകളിലേക്ക് പോയ പപ്പി മോളെ വിളിച്ചു. മോളെ പപ്പി എന്ന് വിളിച്ചതും, എന്താ അച്ഛാ, അമ്മ വന്നോ എന്ന് ചോദിച്ച് പപ്പി ഇറങ്ങി വന്നു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, പപ്പി മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോ പപ്പി വേഗം താഴേക്ക് ഓടിയെത്തി. ഉടനെ താഴെ എത്തിയതും, എന്താ അച്ഛാ എന്ന് പപ്പി അന്വേഷിച്ചു. അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞത്, മോളെ, അമ്മ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്. മോളെ വിഷ്ണുവച്ചൻ ശാരദാമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കും. മോള് ചെല്ല്. അത് കേട്ടതും, ആണോ വിഷ്ണുവച്ച എന്ന് വളരെ സന്തോഷത്തോടെ പപ്പി ചോദിച്ചു. അതെ മോളെ, വാ നമുക്ക് പോകാം എന്ന് വിഷ്ണു പറഞ്ഞതും ഉടനെ സത്യഭാമ പറഞ്ഞു, എടാ വിഷ്ണു, നീ പോകുന്നതൊക്കെ കൊള്ളാം. പുറത്തു നിന്ന് കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കാം. എന്നിട്ട് ഉടൻ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നോണം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും, ഓ എന്റെ അമ്മയോട് അല്പം സമാധാനം എന്താ, ഓ ഇനി എന്റെ മുതുകത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് സത്യഭാമയോട് വിഷ്ണു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും പപ്പി പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. വാ അച്ചച്ച, വാ വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പപ്പി പുറത്തേക്ക് ഇറങ്ങി. വിഷ്ണു പപ്പി മോളെ വേഗം വണ്ടിയിൽ കയറ്റി അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും രാഘവൻ നായരും പൊന്നിയും രാഘവൻ നായരും പിള്ളേക്കും കൂടി അവിടുന്ന് വേഗം അകത്തേക്ക് പോയി. പൊന്നി അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും നീ എന്താ ഇങ്ങനെ കണ്ണും പിടിച്ചു വെക്കുന്നത് എന്ന് പൊന്നിയോട് ചോദിച്ചതും പൊന്നി വേഗം തന്റെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് രാഘവൻ നായർ റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും പിള്ളയും രാഘവൻ നായരുടെ പിന്നാലെ പോകുന്നു. സത്യഭാമ ആ കരുതുള്ളി അവിടെ ഹാളിലിരിക്കുമ്പോ അവിടുന്ന് സത്യഭാമ പറഞ്ഞു, എന്തായിരിക്കും ഇനിയും വിഷ്ണു അങ്ങോട്ട് പോയിട്ട് അവൻ ഉടനെ തന്നെ തിരിച്ചു വരില്ലായിരിക്കും. ഇനി അവനെ വിളിക്കാനായിട്ട് ഇവിടുന്ന് പിന്നെ ആള് പോകേണ്ടി വരുമായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞും അവൻ വരാനാണ്, സമയം കഴിഞ്ഞും അവൻ വന്നിട്ടില്ല എങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് ചെല്ലും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ ഇരുന്നു. അപ്പോഴാണ് വിഷ്ണുവിനോടൊപ്പം പോകുന്ന പപ്പി ചോദിച്ചത്, എന്താ വിഷ്ണു വെച്ചാ അമ്മ വരാതിരുന്നത്? ഇപ്പോ അങ്ങോട്ട് ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അറിയില്ല മോളെ, നമുക്ക് എന്തായാലും ഇന്ന് പപ്പിമോളെ ഇന്ന് അവിടെ വിടാം. അപ്പോഴേക്കും വിഷ്ണു അച്ഛനോട് പപ്പി ചോദിച്ചു, വിഷ്ണു അച്ഛാ, ഇന്ന് വിഷ്ണു അച്ഛൻ അവിടെ കാണുവോ? നമുക്കിന്ന് അവിടെ കിടന്നാലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, നമുക്ക് വേറെ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ കിടക്കാം കേട്ടോ. ഇന്ന് സത്യമോളുടെ കൂടെ അവിടെ കളിച്ചൊക്കെ കഴിച്ചു, ഇന്നത്തെ ഒരു ദിവസം അവിടെ കളിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞപ്പോ ശരി വിഷ്ണു അച്ഛാ എന്ന് പറഞ്ഞ് പപ്പി വളരെ സന്തോഷത്തോടെ ഇരുന്നു. പപ്പിയുടെ ആ സംസാരവും സന്തോഷത്തോടെയുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ വിഷ്ണു തന്റെ മോളെ അങ്ങനെ നോക്കിയിരിക്കുന്നു. അതിനുശേഷം വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും മോളുടെ മുഖത്തേക്ക് നോക്കി തന്റെ കുഞ്ഞിനെ ആ വാത്സല്യത്തോടെ സ്നേഹിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ കഴിയാത്തതിന്റെ വേദന വിഷ്ണു മനസ്സിലടക്കി പിടിച്ചങ്ങന്നു. അതിനുശേഷം കാണുന്നത് റൂമിലിരുന്ന ശ്യാമ തന്നോട് ചന്ദ്രബോസ് പറഞ്ഞതും രോഹിത് തന്നോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ശ്യാമ. ശ്യാമയ്ക്കുള്ള ഭക്ഷണവുമായി ശാരദാമ്മ അപ്പോ അവിടേക്ക് എത്തി. അത് ശരി, നീ വീണ്ടും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണോ മോളെ? ദാ ചുട്ടരച്ച ചമ്മന്തിയും നല്ല കഞ്ഞിയും, ദാ ഇത് കഴിച്ചേ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശ്യാമയ്ക്ക് നേരെ നീട്ടി. ശ്യാമ അത് കഴിക്കാതെ അതവിടെ വെച്ചേക്കമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങനെ ഇരിക്കുമ്പോ ശാലിനി അവിടേക്ക് എത്തി. അത് ശരി, ഇനിയും ഓരോന്ന് ആലോചിച്ചിരിക്കാനാണോ നിന്റെ ഭാവം? ഭക്ഷണം പോലും കഴിക്കാതെ ഇനിയും ഇവിടെ ഇരിക്കുകയാണോ?
ശ്യാമേ, എല്ലാം സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നടക്കേണ്ടതൊക്കെ നടന്നു എന്ന് വിചാരിക്കാം. എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇനി ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളൊന്നും നീ ആലോചിക്കരുത്. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതേ മോളെ, നമ്മള് ഓരോന്നും ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോയി കഴിയുമ്പോൾ അതോടെ എല്ലാം അവസാനിച്ചെന്ന് നമ്മൾ കരുതും. എന്നാൽ ഇവിടെ മറ്റു പല പ്രശ്നങ്ങളും അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതോടെ ഉടലെടുക്കുമെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല എന്ന് ശാരദാമ്മ അറിയിച്ചു. ഇനി അങ്ങനെ ഒരു തെറ്റായ ചിന്തയും മനസ്സിലുണ്ടാവരുത് എന്ന് ശാരദാമ്മ ശ്യാമയെ ഉപദേശിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ, ഒരു കാര്യം മോൾ ഓർത്തോണം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആദ്യം സങ്കടപ്പെടാൻ നമ്മൾ 3 പേരും ഉള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ശാലിനി അറിയിച്ചു. അതിനോടൊപ്പം തന്നെ ശാലിനി ശ്യാമയോട് പറഞ്ഞു, അതെ, ഇന്ന് നീ ചില്ലറ ഒന്നും തീയല്ല എന്നെ തിരിച്ചത്. സത്യത്തിൽ ഇന്ന് എന്ത് ഓട്ടമാണ് ഞാൻ ഓടിയെന്നറിയാവോ? എന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് അനുജത്തിയെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരക്കം പാഞ്ഞത് ആരെങ്കിലും ഒരാൾ ഒന്ന് മൊബൈലിലെടുത്ത് പരാതിപ്പെട്ടാലുണ്ടല്ലോ, അതോടെ തീരും. എന്റെ ഈ ജോലിയിലുള്ള ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാവും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കരുത് എന്ന് ശാലിനി ശ്യാമയോട് അറിയിച്ചു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളാണ് എനിക്കുള്ളത്. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ദാ എന്നാ ഈ കഞ്ഞി അങ്ങ് കുടിച്ചേ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ഇപ്പൊ വേണ്ടമ്മേ, അവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് കേട്ട് ശാരദാമ്മ പറഞ്ഞു, ശരി, എന്തായാലും ഇത് കഴിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ശ്യാമയോട് ശാലിനി പറഞ്ഞു, അതെ, രോഹിത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. രോഹിത്ത് എല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാകും. സ്വബോധം വീണ്ടെടുക്കുമ്പോൾ രോഹിത്തിന് കൂടുതൽ ചിന്തകൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ താൻ ചെയ്തു പോയത് തെറ്റായിരുന്നുവെന്നും ശ്യാമയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതിൽ യാതൊരു കുറ്റവും കാണാനില്ല എന്നും രോഹിത് തിരിച്ചറിയും. അതുകൊണ്ട് എന്തായാലും ഇനി അതിനെ ചൊല്ലി ആശങ്കയോ വിഷമോ ഒന്നും തൽക്കാലം മനസ്സിൽ കൊണ്ടു നടക്കരുത്. ഇപ്പോ ഈ ഭക്ഷണം കഴിക്ക് എന്ന് ശാലിനി അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി തലകുലുക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാമ അങ്ങനെ സംസാരിച്ച് എല്ലാം സമ്മതിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ റൂമിലെത്തിയ സത്യ തൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും സ്കൂളിൽ എൻ്റെ അച്ഛനായി വന്നതുമൊക്കെ ബിഗ് ഫ്രണ്ട് എന്ന് ഞാൻ വിളിച്ച എൻ്റെ അച്ഛനായിരുന്നല്ലോ. അച്ഛൻ അടുത്തുണ്ടായിരുന്നിട്ടും എനിക്ക് അച്ഛ എന്നൊന്നും വിളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത്രയും നാളും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ അറിഞ്ഞില്ല എൻ്റെ അച്ഛനായിരുന്നു അതെന്ന് എന്നെല്ലാം ആലോചിച്ച് ആകെ വിഷമത്തോടെ സത്യ അങ്ങനെ സങ്കടപ്പെട്ട് ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോൾ ശാലിനി റൂമിലേക്ക് എത്തി. എന്താ മോളെ എന്ന് സത്യയോട് ശാലിനി ചോദിച്ചതും ശാലിനി പറഞ്ഞു, അമ്മേ, അച്ഛൻ ഇത്രയും നാളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നിട്ടും എനിക്ക് അച്ഛനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അമ്മേ. അച്ഛ എന്ന് എനിക്കൊന്നും വിളിക്കാനും കഴിഞ്ഞില്ലല്ലോ. അമ്മയൊക്കെ എന്താ എന്നിൽ നിന്ന് ആ കാര്യം മറച്ചു വെച്ചത്? അതെന്റെ അച്ഛനാണെന്നുള്ള സത്യം എന്തിനാ അമ്മ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് സത്യ ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, മോളെ, അത് അമ്മയുടെ അന്നത്തെ സ്വാർത്ഥതയായിരിക്കാം. പലർക്കും സങ്കടം വരാതിരിക്കാൻ, പലരുടെയും വേദന ഇല്ലാതാക്കാൻ അമ്മ ശ്രമിച്ചപ്പോ അമ്മയുടെ പൊന്നുമോളുടെ സങ്കടവും വേദനയും തിരിച്ചറിയാതെ പോയി. അതാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ സത്യ ചോദിച്ചു, എന്തിനാ അച്ഛനെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്? അച്ഛനാണെന്നുള്ള കാര്യം ആരോടും പറയണ്ടെന്ന് സത്യാമ്മ അറിഞ്ഞാൽ എന്താ അമ്മയെ പ്രശ്നം എന്ന് ശാലിനിയോട് സത്യ ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, മോളെ, അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ച് സംസാരിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും ഒന്നും സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ മോള് വിഷ്ണുവേട്ടന്റെ അല്ലെങ്കിൽ മോള് ആ വിഷ്ണുവേട്ടന്റെ മകളാണെന്നുള്ള സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് സത്യാമ്മയോട് ഇക്കാര്യം തൽക്കാലം പറയണ്ട എന്ന് അമ്മ പറഞ്ഞത്. സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബഹളമാകും. സത്യാമ്മയുടെ സ്വഭാവം മോൾക്കറിയാവല്ലോ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു, ആ അറിയാമേ. അപ്പോഴേക്കും വീണ്ടും സത്യയോട് പറഞ്ഞു, മോൾക്ക് അച്ഛൻ ഇവിടെ വരുമ്പോ അച്ഛ എന്ന് മോൾക്ക് വിളിക്കാലോ അച്ഛനെ, അതിന് തടസ്സമില്ലല്ലോ. അച്ഛന് മോളെയും സ്നേഹിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്താ, എല്ലാവരും അറിയേ മോൾക്ക് അച്ഛൻ്റെ കൂടെ കൈപിടിച്ച് നടക്കാനുള്ള അവസരം ഉടനെ ഉണ്ടാകും.
മോള് അതോർത്ത് വിഷമിക്കണ്ട. ഇപ്പോ മോൾക്ക് മോളുടെ അച്ഛനെ അറിയാവല്ലോ എന്ന് ശാലിനി ചോദിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ അന്ന് സ്കൂളിൽ വന്നത് ആരായിരുന്നമ്മേ? എന്നെ ബൈക്കിൽ റൈഡിന് കൊണ്ടുപോയത് ആരായിരുന്നമ്മേ? റെസ്റ്റോറൻറ്റിൽ എൻ്റെ കൂടെ വന്നതാരാ? അതാരായിരുന്നു എന്ന് സത്യ അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് മോളുടെ അമ്മ തന്നെയായിരുന്നു, ഞാൻ തന്നെയായിരുന്നു മോളെ അന്ന് വന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യക്ക് അത് വിശ്വസിക്കാനായില്ല. അമ്മയോ എന്ന് സത്യ ചോദിച്ചു. അത് കേട്ടതും, അതേ മോളെ, മോളുടെ സങ്കടം കണ്ടപ്പോൾ, മോളുടെ വിഷമം കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി അമ്മ അങ്ങനെ ഒരു വേഷം കെട്ടിയപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മോള് ഒരു സത്യം ചെയ്തു തരുമോ എന്ന് ശാലിനി ചോദിച്ചു. എന്താ അമ്മേ എന്ന് സത്യ അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു, മോളെ, ഇക്കാര്യം വിഷ്ണു അച്ഛനാണ് മോളുടെ അച്ഛൻ, വിഷ്ണുവേട്ടനാണ് മോളുടെ അച്ഛൻ എന്നുള്ള സത്യം മോള് മറ്റാരോടും പറയരുതിപ്പോ. ഇക്കാര്യം നമ്മൾ മാത്രമേ അറിയാവൂ. തൽക്കാലം സത്യാമ്മ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മോള് തൽക്കാലം ഇക്കാര്യം മറ്റാരോടും പറയരുത്. ഇല്ലെന്ന് അമ്മയ്ക്ക് വാക്കുതാ എന്ന് ശാലിനി സത്യമോളോട് ആവശ്യപ്പെട്ടു. ഉടനെ സത്യ പറഞ്ഞു, ഇല്ലമ്മേ, ഇത് ഞാൻ ആരോടും പറയില്ല. എൻ്റെ അച്ഛന് പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ലമ്മേ എന്ന് സത്യ ശാലിനിയുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുക്കുന്നു. അത് കണ്ടതോടെ എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് ശാലിനി സത്യയെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുന്നു. അതിനുശേഷം വിഷ്ണു പപ്പിമോളുമായി നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തി. ശാരദാമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പപ്പി വേഗം അകത്തേക്ക് ഓടിയെത്തി. ശാലിനിയും ശാരദാമ്മയും വളരെ സന്തോഷത്തോടെ പപ്പിയുടെ ആ സന്തോഷം കണ്ട് മോളെ ചേർത്ത് പിടിച്ചതും, ശാരദാമ്മേ എവിടെയാ, അമ്മ എവിടെ എന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടല്ലോ എന്ന് ശാരദാമ്മ മറുപടി നൽകിയതും പപ്പി പറഞ്ഞു, ശാരദാമ്മേ, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം, എനിക്ക് വെള്ളം എടുത്തു തരുമോ ശാരദാമ്മേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എനിക്ക് പോകണം, കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങി. അപ്പോഴേക്കും സത്യയെ പപ്പിമോളെ വെള്ളം ചോദിച്ചതുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു, അതെ ശാരദാമ്മ ആ അകത്ത് ഡൈനിങ് ടേബിളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, മോള് സൂക്ഷിച്ച് കയറി അതെടുക്കണേ എന്ന് പറഞ്ഞതും ആ ശാരദാമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടേക്ക് അകത്തേക്ക് പപ്പിമോളെ പറഞ്ഞയച്ചു. പപ്പിമോള് അകത്തേക്ക് പോയതും ശാരദാമ്മ പറഞ്ഞു, ശ്യാമയ്ക്ക് ആകെ സങ്കടമായി, അവള് ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, രോഹിത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം, ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എത്ര സംസാരിച്ചാലും അവന്റെ തലയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. ഓരോന്നും ചെയ്തു കൂട്ടിയിട്ട് അവന്റെ ജീവിതം അവന് കൈമോശം വരികയാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നില്ല. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അപ്പോഴേക്കും ഒരിക്കലും അവന് ജീവിതം തിരിച്ചു പിടിക്കാനാകാത്ത അവസ്ഥയിലുമാകും. അതാണ് ഇപ്പോഴത്തെ അവന്റെ പോക്ക്. എന്തായാലും ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത്, സംസാരിക്കാനുള്ളത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ഇനിയും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അത് നിങ്ങൾക്കാണ് ജീവിതം നഷ്ടമാകുന്നത്. ജീവിതം അതൊന്നേ ഉള്ളൂ, അത് മറന്നു പോകരുത്. ഇങ്ങനെ എത്ര കാലം നിങ്ങളിങ്ങനെ രണ്ടായിട്ട് ജീവിക്കും? ഇപ്പോൾ പരസ്പരം എല്ലാ സത്യങ്ങളും അറിയാം, പരസ്പരം എല്ലാ തെറ്റിദ്ധാരണയും അവസാനിച്ചു. ഇപ്പോഴത്തെ മക്കളും ഉണ്ട് നിങ്ങളുടെ അരികിൽ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, എത്രയും വേഗം ഒന്നിച്ച് നിങ്ങൾ ജീവിക്കുക. അതിനുള്ള തീരുമാനം ഉടനെ എടുക്കണം. ഇന്ന് വിഷ്ണു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് ശാരദാമ്മ പറഞ്ഞു. എന്ത് പറയണമെന്നറിയാതെ വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ അകത്ത് നിന്ന് പപ്പി വിളിച്ചു, ശാരദാമ്മേ ദാ വരുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മ വിഷ്ണുവിനോട് ഒന്നുകൂടി പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, ഇനിയും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഇനിയും അമാന്തം പാടില്ല. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായതിനു ശേഷം ഇനി ഒന്നിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതിയ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോയി. അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനരികിലേക്ക് ചെന്നു. വിഷ്ണുവേട്ട എന്ന് വിളിച്ചതും വിഷ്ണു പറഞ്ഞു, ശാലിനി, എനിക്ക് എൻ്റെ അവസ്ഥ ശാലിനി മനസ്സിലാക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്ന ടെൻഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. അറിയാവല്ലോ, തനിക്ക് അറിയാൻ പാടില്ലാത്തതല്ലോ ആ വീട്ടിലെ അവസ്ഥ. എല്ലാവരും ആകെ തകർന്നു നിൽക്കുകയാണ്. എങ്ങോട്ട്, എവിടേക്ക്, ഇനി എന്ത് ചെയ്യും എന്നറിയാതെ യാതൊരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാത്രമായിട്ടൊരു ജീവിതമെന്ന്
അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനാവില്ല. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒന്നിച്ചു എന്നുള്ള കാര്യം കൂടി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും അമ്മയും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിട്ടേ, ഈ ഒരു പ്രശ്നത്തിനെങ്കിലും ഒന്ന് പരിഹാരം ഞാൻ കാണട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ തനിക്കറിയാവല്ലോ. അതൊന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. എടോ, ഇപ്പൊ പരസ്പരം നമുക്കെല്ലാം അറിയാം, പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം. എടോ, എൻ്റെ ജീവിതം തൻ്റെ കൂടെ തന്നെയാ, തനിക്ക് തന്നോടൊപ്പം തന്നെയാണ് എന്ന് ഈ വിഷ്ണു ഉണ്ടാവുകയുള്ളൂ. ഇനിയെങ്കിലും താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് വേണ്ടി നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ താനൊന്ന് ആലോചിക്കണം. നമുക്ക് മാത്രമായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ അവസ്ഥ അത് കണ്ടിൽ നിന്ന് അടിക്കാനാവില്ല. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ സാഹചര്യം ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് വിഷ്ണു ശാലിനിയോട് ആവശ്യപ്പെട്ടു. ഉടനെ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണുവേട്ടൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് ഒന്നിക്കാമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. നമ്മൾ ഇത്രയും നാളും അങ്ങനെയായിരുന്നല്ലോ കരുതിയിരുന്നതും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു ജീവിതം നമുക്ക് തുടങ്ങാമെന്ന് തന്നെയായിരുന്നു ഞാനും ഇത്രയും നാൾ കരുതിയിരുന്നത്. എന്നാൽ നമ്മളായിട്ടുണ്ടാക്കി വെച്ചതാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ശാലിനി, ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വിഷ്ണുവേട്ടൻ വേഗം പോകാൻ നോക്കിക്കോ. എത്രയും വേഗം വിഷ്ണുവേട്ടൻ മടങ്ങിച്ചെല്ല്. അല്ലെങ്കിൽ ഇനിയും വൈകിയാൽ സത്യാമ്മയുടെ ചോദ്യത്തിന് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും കള്ളങ്ങൾ പറയേണ്ടി വരും. പിന്നെ അമ്മ ഈ പറഞ്ഞത് അതൊന്നും വിഷ്ണുവേട്ടൻ കാര്യമാക്കണ്ട. ഇത്രയും നാളും നമ്മൾ ജീവിച്ചതും അങ്ങനെയായിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. എല്ലാം പരസ്പരം നമുക്ക് അറിയാവല്ലോ, അത് മതി. സത്യത്തിൽ ഇത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു കഥയാണ്, ശ്രീധർമ്മശാസ്താവിൻ്റെയും മാളികപ്പുറത്തിൻ്റെയും കഥ. കാരണം മാളികപ്പുറത്തെ സ്വീകരിക്കാൻ ശ്രീധർമ്മശാസ്താവിനോട് ആവശ്യപ്പെടുമ്പോൾ ധർമ്മശാസ്താവ് മാളികപ്പുറത്തോട് പറഞ്ഞ കഥയുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നാണ് കന്യയ്യപ്പന്മാർ വരാതിരിക്കുന്നത് അന്ന് ഞാൻ സ്വീകരിച്ചോളാമെന്ന്. ആ ഒരു കാത്തിരിപ്പ്, അതുപോലെ ഞാനും വിഷ്ണുവേട്ടനെ കാത്തിരുന്നോളാം, എത്ര നാൾ വരെ വേണമെങ്കിലും. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, എടോ ഞാൻ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടൻ വിഷമിക്കണ്ട, വിഷ്ണുവേട്ടൻ പൊയ്ക്കോ, ഇനിയും വൈകണ്ട എന്ന് പറഞ്ഞതും ശരിയാകും, എല്ലാം ശരിയാകൂടോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ തോളിലൊന്ന് തട്ടിയിട്ട് വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി. ശാലിനി ആകെ വിഷമത്തോടെ അവിടെ നിന്നു. അപ്പോഴേക്കും ഉടനെ ശാലിനി ആകെ സങ്കടത്തോടെ ഹാളിലങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്ക് തൻ്റെ വണ്ടിക്കരികിലേക്ക് എത്തിയ വിഷ്ണു ആലോചിച്ചു, ശരിയാണ്, ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാണ്, ജീവിതം നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമെടുക്കാതെ അമ്മയെ ഭയന്ന് ഓരോ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒളിച്ചോടിയപ്പോഴാണ് എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായത്. ജീവിതത്തിൽ പ്രധാനമായിട്ടൊരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുതന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതം നഷ്ടമാകാനുള്ള കാരണം. അമ്മയെ ഭയന്ന് പലപ്പോഴും ഞാൻ ഭീരുവായി മാറി. ആ ഒരു സാഹചര്യത്തിൽ ചങ്കൂറ്റത്തോടെ അതിനെ തരണം ചെയ്യാനോ നേരിടാനോ ഞാൻ മുന്നിട്ടിറങ്ങിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം എനിക്ക് കൈമോശം വന്നത് എന്ന് വിഷ്ണു ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷ്ണു നിൽക്കുന്നതിനിടയിൽ വിഷ്ണു ചിന്തിച്ചു, എനിക്ക് എൻ്റെ മക്കളെ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ മോളെ ഞാൻ മനസ്സിലാക്കി. പപ്പിമോള് ഇപ്പോഴും അമ്മയുടെ കാഴ്ചപ്പാടിൽ അത് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും മോളാണ്, എൻ്റെയും ശാലിനിയുടെയും മകളാണെന്നുള്ള സത്യം അമ്മയ്ക്കറിയില്ല. അതുപോലെ തന്നെ സത്യ എന്ന മോളെ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം അമ്മയ്ക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും എൻ്റെയും ശാലിനിയുടെയും മക്കളാണെന്നുള്ള സത്യാവസ്ഥ ആ മക്കൾക്കും അറിയത്തില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ അവരെ ഒന്ന് കൊഞ്ചിക്കാനോ അവരെ ഒപ്പം ഒന്ന് ജീവിക്കാനോ അവരോടൊപ്പം അല്പസമയമെങ്കിലും ചെലവഴിക്കാനോ എനിക്ക് കഴിയില്ല. ഇതെല്ലാം ഓർത്ത് വിഷ്ണു ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അച്ഛാ എന്നുള്ള ആ വിളി കേട്ടത്. വിഷ്ണു ആകെ ഞെട്ടലോടെ നിന്നു. വീണ്ടും അച്ഛാ എന്ന് ഉറക്കെ സത്യമോള് വിളിക്കുന്നത് കേട്ടതോടെ വിഷ്ണുവിന് ആകെ ഒരു ഞെട്ടലായി. വിഷ്ണു പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സിറ്റൗട്ടിൽ നിന്ന് അച്ഛാ എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യ. വിഷ്ണു അതിശയത്തോടെ നോക്കുമ്പോൾ സത്യ ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു.
അച്ഛാ, അച്ഛാ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചതും വിഷ്ണു അതിശയത്തോടെ സത്യയെ നോക്കി. മോളെ എന്ന് വിളിച്ചു. ഉടനെ സത്യ ചോദിച്ചു, ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണല്ലേ എന്ന് വിഷ്ണുവിനോട് സത്യ ചോദിച്ചതും അതേ മോളെ എന്ന് പറഞ്ഞ് വിഷ്ണു എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ച് സത്യയെ തന്നെ നെഞ്ചോട് ചേർത്തു. ആ സമയം വിഷ്ണു സത്യ മോളോട് ചോദിച്ചു, മോളോട് ഇതാരാ പറഞ്ഞത്? അത് കേട്ടതും അമ്മയാ എന്ന് പറഞ്ഞ് സത്യ വിഷ്ണുവിന് ഉമ്മ കൊടുത്തുകൊണ്ട് ശാലിനിയാണ് ആ സത്യം പറഞ്ഞെന്നുള്ള കാര്യം വിഷ്ണുവിനോട് വെളിപ്പെടുത്തി. അപ്പോഴേക്കും ശാലിനിയും സിറ്റൗട്ടിൽ നിന്ന് വിഷ്ണുവിനെ നോക്കി. സത്യ വിഷ്ണുവിനെ അങ്ങനെ വിളിച്ചത് കേട്ട് ശാലിനി അങ്ങനെ പറഞ്ഞതും കേട്ടതോടെ വിഷ്ണു വളരെ സന്തോഷത്തോടെ സത്യ നോക്കി. അപ്പോഴേക്കും സത്യ പറഞ്ഞു, ഞാൻ സത്യാമ്മ ഉള്ളപ്പോൾ ഇങ്ങനെ വിളിക്കില്ല കേട്ടോ എന്ന് സത്യ മറുപടി പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ആ അതിശയത്തോടെ നോക്കിയതും സത്യ പറഞ്ഞു, എനിക്കറിയാം സത്യാമ്മ കേക്ക് ഞാൻ അങ്ങനെ വിളിച്ചാ സത്യാമ്മ വഴക്കുണ്ടാക്കില്ലേ, അതുകൊണ്ട് ഞാൻ സത്യാമ്മ കേക്ക് അങ്ങനെ വിളിക്കില്ല. എൻ്റെ അച്ഛന് ദോഷമുണ്ടാകുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യില്ല എന്ന് സത്യ വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണു അത് കേട്ടതും മോളെ കെട്ടിപ്പിടിച്ച്, അതെ എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ്, മോളുടെ അച്ഛനാ ഞാൻ എന്ന് പറഞ്ഞ് വിഷ്ണു മോളെ കെട്ടിപ്പിടിച്ച് കവളത്തുമ്മ കൊടുക്കുകയും വിഷ്ണുവും പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ബിഗ് ഫ്രണ്ടിനെ പോലെ ബിഗ് ഫ്രണ്ട് തന്നെ എൻ്റെ അച്ഛനായി വന്നിരുന്നെങ്കിലെന്ന്. എന്തായാലും ദൈവത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം തീർച്ചയായിട്ടും കേട്ടല്ലോ. അന്ന് എൻ്റെ അച്ഛനായി സ്കൂളിൽ വന്നതും എന്നെ അച്ഛനെ പോലെ ചേർത്ത് പിടിച്ച് എനിക്ക് എന്നെ സന്തോഷിപ്പിക്കുകയും എനിക്ക് സാധനങ്ങൾ മേടിച്ചു തരികയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞതാ, വിഷ്ണു അച്ഛനെ പോലെ എനിക്കൊരു അച്ഛനെ വേണമെന്ന്. അപ്പോൾ ബിഗ് ഫ്രണ്ടിനെ പോലെ ഒരു അച്ഛനെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ഫ്രണ്ടിനെ തന്നെ എനിക്ക് അച്ഛനായി തന്നില്ലേ എന്ന് പറഞ്ഞ് സത്യ സന്തോഷത്തോടെ വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ വിഷ്ണു സത്യയെ കെട്ടിപ്പിടിച്ച്, അതെ ഇപ്പോൾ അച്ഛാന്ന് എൻ്റെ പൊന്നുമോൾക്ക് വിളിക്കാവല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമോളെ മാറി മാറി ഉമ്മ വെച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സത്യ വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചു. അച്ഛനെ കാണണമെന്ന് എനിക്ക് തോന്നി ഈ സത്യ അറിഞ്ഞപ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞത് അച്ഛൻ ഇങ്ങോട്ട് വരും, അപ്പോൾ അച്ഛനെ കാണാമെന്ന്. ഉടനെ സത്യ പറഞ്ഞു, മോളെ ബാ അച്ഛന് പോണം, ഒത്തിരി സമയം വൈകണ്ട എന്ന് ശാലിനി സത്യയെ വിളിച്ചു. സത്യ പെട്ടെന്ന് ശാലിനി അരികിലേക്ക് ചെന്നതും ശാലിനി സത്യയെ മാറ്റി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ പോട്ടെ, ഇനിയും സമയം വൈകും. അപ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് ശാരദാമ്മയും എത്തി. ഉടനെ വിഷ്ണു പറഞ്ഞു, ശാലിനി താൻ പറഞ്ഞത് ശരിയാ, എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് ഇല്ലാതാക്കിയത്, എൻ്റെ കുടുംബം ഞാൻ തന്നെയാണ് ഇല്ലാതാക്കിയത്. അത് കേട്ടതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ട കുറ്റങ്ങളെല്ലാം വിഷ്ണുവേട്ടൻ്റെ ഭാഗത്തല്ല, എല്ലാം നമ്മൾ രണ്ടുപേരുടെയും ഭാഗത്ത് തന്നെ ഉണ്ടായതാണ്. വിഷ്ണുവേട്ടനും അതുപോലെ തന്നെ ഞാനും എൻ്റെ വീട്ടുകാരുമെല്ലാം ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരാണ് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. സത്യ അവിടെ നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്ന് ശാലിനി അങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, എടോ എല്ലാം ശരിയാകും, നമ്മൾ പരസ്പരം എല്ലാവരും തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ശാലിനി സങ്കടത്തോടെ പറഞ്ഞു, വിഷ്ണുവേട്ടൻ എല്ലാം മനസ്സിലായല്ലോ, എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ തിരിച്ചറിഞ്ഞല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ശാലിനി പറഞ്ഞു, ഇനി നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം അത് ഉടനെ ഉണ്ടാവും വിഷ്ണുവേട്ടൻ സമാധാനപ്പെട്, വിഷ്ണുവേട്ടൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അതുകൊണ്ട് മാത്രമായില്ലടോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ തൻ്റെ അരികിലേക്ക് നിർത്തി ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടുകൊണ്ട് മാറി നിന്ന സത്യമോള് ചിരിക്കുന്നത് കണ്ട് സത്യമോളെയും അരികിലേക്ക് വിഷ്ണു ചേർത്ത് പിടിച്ചു. തൻ്റെ വലത് കൈ കൊണ്ട് സത്യമോളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ശാലിനി മോളെ തൻ്റെ കൂടെ വിഷ്ണുവും ശാലിനിയും സത്യമോളും കൂടി അവർ 3 പേരും കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ട് ശാരദാമ്മ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കുവടോ,
അപ്പോഴാണ് നമ്മുടെ കുടുംബത്ത് സന്തോഷവും സ്നേഹവും സമാധാനവും ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെയാകും എന്ന് വിഷ്ണു വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ സത്യ അവിടെ നിന്ന് ശാരദാമ്മയെ കണ്ടിട്ട് പറഞ്ഞു, ശാരദാമ്മേ, ഇതാ ബിഗ് ഫ്രണ്ടാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ആണോ എന്ന് ശാരദാമ്മ വളരെ സന്തോഷത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും അവിടേക്ക് പപ്പിമോളെത്തി. ആഹാ, വിഷ്ണുവച്ച പോയില്ലേ എന്ന് ചോദിച്ച് സത്യയുടെയും ശാലിനിയുടെയും സത്യമോളുടെയും അരികിലേക്ക് പപ്പിമോൾ കൂടി ഓടിയെത്തി. എന്നിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് വിഷ്ണുവച്ച എന്ന് വിളിച്ചു. വിഷ്ണു തൻ്റെ 2 മക്കളെയും കയ്യിലെടുത്ത് പൊക്കി പിടിച്ചതും അവർ രണ്ടുപേരും വിഷ്ണുവിൻ്റെ ഇരു കവിളിലായി ഉമ്മ കൊടുത്തു. അങ്ങനെ 2 മക്കളെയും കയ്യിലെടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന കാഴ്ച കണ്ട് ശാരദാമ്മ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിലേ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, വേണ്ട ശാരദാമ്മേ, അത് പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇപ്പം ഇറങ്ങുക എന്ന് പറഞ്ഞ് മക്കളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശാലിനി വിഷ്ണു പോകുന്നത് കണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ശാലിനിയുടെ സങ്കടം കണ്ടതോടെ മക്കൾ രണ്ടുപേരും എന്തു പറ്റിയെന്ന് അന്വേഷിച്ചു. ഒന്നുമില്ല എന്ന് ശാലിനി അവരോട് കള്ളം പറഞ്ഞ് അകത്തേക്ക് മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് ശാലിനി പൊട്ടിക്കരയുന്നു. അതിനുശേഷം അകത്തേക്ക് കയറി വരുന്ന ശാരദാമ്മ കാണുന്നത് വീണ്ടും ശ്യാമ അവർ പറഞ്ഞ കാര്യങ്ങൾ, രോഹിത്തും ചന്ദ്രബോസും പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടു. ശാരദാമ്മ അരികിലേക്ക് എത്തി ചോദിച്ചു, ശ്യാമേ, നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്റെ ജീവിതം പഴയതുപോലെ നമ്മൾ ആക്കിയെടുക്കും, അത് ഓർത്ത് നീ ഇനി വിഷമിക്കണ്ട, അത് ഈ അമ്മ തരുന്ന വാക്കാ എന്ന് പറഞ്ഞ് ശാരദാമ്മ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ശാലിനി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ശ്യാമേ, നീ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ രോഹിത്തിനെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള പല വഴികളും ഉണ്ട്. നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരാൾക്കും ഒരാളെയും വീട്ടിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, ആ സുസ്മിതയാണ് ഇതിനെല്ലാം കാരണക്കാരി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ശ്യാമേ, നീ അതെല്ലാം മറന്ന് ഒന്ന് സമാധാനത്തോടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ശാലിനിയും ശാരദാമ്മയും സംസാരിക്കുമ്പോൾ ശ്യാമ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, അല്ല, ഇതെല്ലാം വരുത്തി വെച്ചത് നീയാ എന്ന് പറഞ്ഞതും വേഗം വീണ്ടും ദേഷ്യത്തോടെ ശ്യാമ ചോദിച്ചു, ഇനിയിപ്പോ എല്ലാവരും കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നത്? എനിക്കൊരല്പം സമാധാനം താ, എല്ലാവരും ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ശ്യാമ ബഹളം വെച്ചു. അപ്പോഴേക്കും ശാലിനിയും ശാരദാമ്മയും പോകാൻ ഒരുങ്ങുമ്പോഴാണ് പപ്പിമോൾ അവിടേക്ക് ഓടിയെത്തിയത്. അമ്മേ, വാ അമ്മേ, നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചതും, ആരാ നിന്റെ അമ്മ? നിന്റെ അമ്മയൊന്നുമല്ല ഞാൻ. ഇവിടെ നിന്റെ അമ്മയില്ല എന്ന് പറഞ്ഞ് എനിക്ക് മക്കളുമില്ല ഭർത്താവുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുന്നു. ഇത് കണ്ടതോടെ പപ്പിയാകെ സങ്കടത്തിലായി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഇന്ന് അമ്മ തനിച്ച് കിടക്കട്ടെ, ഇന്ന് ചേച്ചിയമ്മയുടെ കൂടെ മോള് കിടന്നു, സത്യമോളും ഉണ്ട് എന്ന് പറഞ്ഞ് ശാലിനി പപ്പിയെ കൂട്ടിക്കൊണ്ടുപോയി. ശാരദാമ്മയോട് ഇന്ന് ശ്യാമയോടൊപ്പം കിടക്കണമെന്ന് പറഞ്ഞ് ശാലിനി പപ്പിമോളെയും കൊണ്ടുപോന്നു. പിന്നീട് സത്യമോളെയും പപ്പിമോളെയും തന്റെ ഇരുവശത്തായി കിടത്തിയിട്ട് ശാലിനി നമുക്കിന്നിവിടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. ഇന്ന് അമ്മയും മക്കളും ഒന്നിച്ചാ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പപ്പി ചോദിച്ചു, അമ്മയോ? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ ചേച്ചിയമ്മ. ഉടനെ പപ്പി പറഞ്ഞു, സത്യ അപ്പോഴേക്കും പറഞ്ഞു, പപ്പി, അമ്മയ്ക്ക് ഒത്തിരി കഥകൾ അറിയാം, ഒത്തിരി പാട്ടും പാടിത്തരും എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഇന്ന് അതൊന്നും പറ്റില്ല കേട്ടോ, ഇന്ന് ഒത്തിരി ടയേർഡാ ഞാൻ. അപ്പോഴാണ് പപ്പി ചോദിച്ചത്, അല്ല, അമ്മയ്ക്ക് എന്താ പറ്റിയത് ചേച്ചിയമ്മേ? അമ്മ എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുക, അമ്മയ്ക്കിപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. ചേച്ചിയമ്മയ്ക്ക് എന്ത് സ്നേഹമാ സത്യേ, അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. ശരിക്കും അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്? എന്താ ചേച്ചിയമ്മ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ച് പപ്പിയുടെ ചോദ്യം കേട്ട് ശാലിനി സങ്കടത്തോടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു.